പൊരിഞ്ഞ അടി നടക്കുന്നത് CPM-ഉം CPI-യും തമ്മിലാണ്. ബിനോയ് വിശ്വവും MP ഗോവിന്ദനും കൂടെ ഒരു മീറ്റിംഗ് കൂടി. പക്ഷെ ആ മീറ്റിംഗും അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണ്. ഇവർ തർക്കിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തിനെ ചൊല്ലിയാണ്. പക്ഷേ ഇത് ഇവരുടെ തമ്മിലുള്ള ഈ സഖ്യം പിരിയുന്നതിലേക്കാണ് പോകുന്നത്. LDF രണ്ടായി പിളരുമോ? അല്ലെ, LDF രണ്ടായി പിളരുമെന്നുള്ള രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കില്ല. കാരണം ഇതിന് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് അവർ ഏകദേശം 98 സീറ്റിൽ നിന്നാണ് അവരിപ്പോൾ 35ലേക്ക് എത്തിയത്. ഈ 35 വരുന്ന സമയത്ത് തന്നെയുള്ളത് CPIയുടെ സീറ്റ് 8 സീറ്റാണ് ഉള്ളത്. ഇടയിൽ 8 സീറ്റ്. കഴിഞ്ഞ പ്രാവശ്യം 17 മറ്റായിരുന്നു. ആ 17ൽ നിന്ന് കൂപ്പ് കുത്തിയിട്ട് അവർ 8ആയി. മറ്റവർ ഏകദേശം അതുപോലെ തന്നെ ഇപ്പം 25 26 മറ്റാണ് അവർക്കുള്ളത്. വേറെ ഒരു സീറ്റ് മറ്റേ RJDക്ക് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സീറ്റ് വരുന്നത്. ഈ പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഒരിക്കലും പരസ്പര വിശ്വാസമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനാ പിളർന്നേ? ആ പിളർന്ന ഇഷ്യൂസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷത്തെ കുറിച്ച് മറുപക്ഷം പറഞ്ഞത് വേദാന്തി കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ആ വേദാന്തി കമ്മ്യൂണിസ്റ്റുകളാണ് CPIക്കാർ. ആ വേദാന്തി സമീപനത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടോ? അവർ മാറിയിട്ടില്ലല്ലോ. ഇപ്പുറത്ത് CPM-ന്റെ ഗ്രൂപ്പ് ആരാ? CPM-ന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മൊറാർജി, CPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ദിരാഗാന്ധി. ഇങ്ങനെയായിരുന്നു. ഈ സമാനമായുള്ള സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. ഇവരിപ്പോഴും CPM-ഉം CPI തമ്മിലുള്ള വ്യത്യാസം, ഇനിയിപ്പോൾ ഒരു പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് CPI സ്വാഭാവികമായിട്ട് UDF-ലേക്ക് ചേക്കേറും. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ദിരാഗാന്ധി ആ ഗ്രൂപ്പിലേക്ക് പോകാനുള്ള പരിശ്രമമാണ് അവർ. കാര്യം ഇപ്പോൾ ബിനോയ് വിശ്വത്തിനടക്കമുള്ളവർക്കറിയാം CPIയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഭരണത്തോട് ഒട്ടി നിന്നുകൊണ്ട് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഭരണമില്ലെങ്കിൽ അവരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിക്കും. ആ സ്ഥാനം കൊടുത്തില്ല. ആ കൊടുക്കാത്തതിൻ്റെ പേരിൽ വഴക്കിടുന്നു. അവർ നേരെ തിരിച്ച് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് മന്ത്രിസ്ഥാനം കരസ്ഥമാക്കുന്നു. കോൺഗ്രസിൻ്റെ അടിയിൽ അവർ ചേക്കേറുന്നു. ഇപ്പം 21 എന്നുള്ളതിന് പകരം 23 മന്ത്രിമാരെ ആക്കാം. 23 മന്ത്രിമാരാക്കുന്ന സമയത്ത് ഇവർക്ക് 2ന് പകരം 1 മന്ത്രിസ്ഥാനം കിട്ടിയാലേ ഇവർ തൃപ്തിപ്പെടും. കാരണം അത്രയും ഇവർക്ക് വകുപ്പുള്ളു. പക്ഷെ മന്ത്രിസ്ഥാനം ഇല്ലാതെ കണ്ട്, ഏതെങ്കിലും കോർപ്പറേഷന് ചുമതല ഇല്ലാതെ കണ്ട്, ഭരണത്തിന്റെ ഭാഗമാകാതെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്നുള്ള ബോധ്യമുണ്ട്. കാരണം ഇന്നിപ്പോ ഒരു സംസ്ഥാനത്തും ഇല്ല. ഒരു സമയത്ത് ഒരു ബംഗാളിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, മറ്റു പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു, ആദ്യകാലത്ത് ഉത്തർപ്രദേശിലുണ്ടായിരുന്നു, ബീഹാറിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. അവർക്ക് അധികാരമില്ല. അവരധികാരത്തിന് പുറത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിറ്റുകളില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് ലോകത്തിൽ 56 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ ഒറ്റ രാജ്യത്തും ഇന്നിപ്പോ അവശേഷിക്കുന്ന ക്യൂബയിൽ എവിടെങ്ങണ്ട് അവശേഷിക്കുന്നുണ്ട്. ആ ജനങ്ങൾ മൊത്തം ചീത്ത വിളിക്കാൻ അവിടെയൊക്കെ കുടുംബഭരണ നിലവിലിരിക്കുന്നതേ. പട്ടിണി പരിവട്ടമാണ് അവരുടെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ആ പാർട്ടിയുടെ നിലനിൽപ്പതിന് വലിയ തൃശങ്കൂലാണുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ ആയാലും കൊള്ളാം, CPI-യുടെ ആയാലും കൊള്ളാം. അപ്പോൾ എത്രയും വേഗത്തിൽ CPM-ന്റെ മുഖത്തിൽ നിന്ന് പുറത്തു വരാനുള്ള മോഹത്തിലാണ് ബിനോയ് വിശ്വവും കൂട്ടരും. അവർക്ക് പുറത്തു വരണി വേറെ മാർഗമുള്ളത് സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസിൻ്റെ കൂടെ കൂടണം. ഇപ്പോൾ CMP ഒക്കെ പോയ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ PK ശശി ഒറ്റപ്പാലത്ത് പോയ പോലെ, അല്ലെങ്കിൽ G സുധാകരൻ പോയ പോലെ, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആട്ടും തുപ്പും ചവിട്ടും ഒക്കെ കൊണ്ടിട്ടായാലും കുഴപ്പമില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരന് കൂടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസ്സുകാരന് കൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ബിനോയ് വിശ്വവും കൂട്ടരും. അങ്ങനെ ഒരു സമയത്ത് ഈ രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രസക്തിയില്ല. അവർ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഏകദേശം 1965-67 മന്ത്രിസഭ EMS-ന്റെ മന്ത്രിസഭയായിരുന്നു. EMS ആരോപണം ഉന്നയിച്ച് TV തോമസിനെതിരായിട്ട്, MN ഗോവിന്ദനാർക്കെതിരായിട്ട്, ഇവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാരാ? അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS ആണ്. അങ്ങനെയാണ് നിവൃത്തിയിട്ട് 69-70 സമയത്തേക്ക് ഇവർ പുറത്തു പോകുന്നത്. ഇവരുടെ പാർലമെന്റ് മെമ്പറായിരുന്ന CH ദേവനെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയിട്ട് K കരുണാകരനെ ഹോം മിനിസ്റ്റർ ആക്കിയത് ആ സമയത്താണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് നേതാക്കന്മാരുണ്ടായിരുന്നു. അന്ന് MN ഗോവിന്ദൻ നായരുണ്ടായിരുന്നു, TV തോമസ് ഉണ്ടായിരുന്നു, CH ദേവൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗതികേടാണ് പാർട്ടിക്ക്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും നേതാക്കന്മാരുള്ളതാരാ? ആകെയുള്ളത് ഓൾ ഇന്ത്യയിൽ സ്റ്റേറ്റിലൊക്കെ ആയിട്ട് ഒരു ഒറ്റ സെക്രട്ടറി ആയിട്ട് ബിനോയ് വിശ്വം ഉണ്ട്. അത് കഴിഞ്ഞാൽ മറ്റു നേതാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരില്ലാത്ത പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യത്യാസമൊന്നുമല്ല CPM-ന്റെ കാര്യം. CPM-ന്റെ ആരാ തീരുമാനം എടുക്കുന്നത്? സൈദ്ധാന്തികനായിട്ടുള്ള MV ഗോവിന്ദനാ തീരുമാനം എടുക്കുക. എന്ത് സൈദ്ധാന്തികത പുള്ളിക്കുള്ളത്? ഏത് സിദ്ധാന്ത അദ്ദേഹത്തിന് വശമുള്ളത്?
അദ്ദേഹത്തിന് സിദ്ധാന്തം ഏതെങ്കിലും വശമുണ്ടോ? അദ്ദേഹത്തിന് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിക്കുന്ന പാണ്ഡിത്യമുണ്ടോ? അദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാവുന്നുണ്ടോ? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ? കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ? കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിജ്ഞാനമുണ്ടോ? ഇതൊന്നുമില്ല. മറിച്ച് എങ്ങനെയെങ്കിലും തനിക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞവര് അപ്പക്കച്ചവടക്കാരൻ്റെ കഥ പറയുന്ന പാലക്കാട് മറ്റേ എന്ത് കേരളയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്താണ് പിണറായി വിജയൻ ഇച്ഛിക്കുന്നത്, ആ ഇച്ഛിക്കുന്നതിനനുസരിച്ച് സംസാരിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഗോവിന്ദൻ മാഷിന് യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയുള്ള പ്രസക്തിയില്ലാത്ത ഗോവിന്ദൻ മാഷും ഈ പറയുന്ന ബിനോയ് വിശ്വമൊക്കെ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ആയുസ്സില്ല. ഇതിന് ബൗദ്ധികമായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. സീറ്റ് വിഭജനത്തെ സംബന്ധിക്കുന്ന ചർച്ച നടന്നിട്ടില്ല. അവിടെ ഉപനേതാവ് സ്ഥാനത്തെ സംബന്ധിക്കുന്ന ചർച്ച നടക്കുന്നില്ല. അതൊന്നും ചെയ്യാതെ കണ്ട് അല്ലേ ഈ എം വി ഗോവിന്ദൻ മാഷ് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക? എം വി ഗോവിന്ദൻ മാഷ് തീരുമാനം എടുക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ആരൊക്കെയാണ്? ഒന്നുമില്ല, നമ്മുടെ പാർലമെന്റിൽ ഇപ്പൊ പോയിരിക്കുന്ന രാജ്യസഭാ മെമ്പറായിരിക്കുന്ന എന്തായാലും പേര് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ്. അതേപോലെ ആളുകൾ ചില ഉപദേശങ്ങൾ കൊടുക്കും. അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് പറയുക, പഴയ കാലത്ത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹത്തിന്റെ ഉപനേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണനാണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ മാത്രമൊന്നല്ല, പഴയ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പഴയ നുണയൊന്നും അല്ല അത്. പണ്ട് EMS പ്രതിപക്ഷ നേതാവായിരുന്നു 1977. അന്ന് ഉപനേതാവ് ടി കെ രാമകൃഷ്ണനായിരുന്നു. പിന്നെ ടി കെ രാമകൃഷ്ണൻ പ്രതിപക്ഷ നേതാവായി. എന്തായാലും ചരിത്രമുള്ളത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ വ്യക്തമായിട്ടുള്ള ബോധ്യം വരുന്നത് ഈ സമയത്താണ്. കാരണം 1975 ആഗസ്റ്റ് മാസത്തില് EMS പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി EMS സാൻ രഹസ്യമായിട്ട് വെച്ചു. അപ്പൊ രഹസ്യമായിട്ട് വയ്ക്കാൻ കാരണം ഇനി 77 തുടർന്ന് എന്തെങ്കിലും ഇലക്ഷൻ വന്നാലേ താൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകുന്ന EMS അങ്ങ് ധരിച്ചുപോയി. EMS ധരിച്ചുപോയത് അത് കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന പുസ്തകത്തിൽ കെ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ടത്. അങ്ങനെ EMS എന്നിട്ട് 77 മാർച്ചിൽ ഇലക്ഷൻ വന്നു. EMS അടക്കമുള്ള ആളുകൾ ഇലക്ഷൻ ജയിച്ചു. പക്ഷേ പാർട്ടി അധികാരത്തിലെത്തിയില്ല. ഇന്നത്തെക്കാളും മോശമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് കേവലം 17 സീറ്റായിട്ട് കേരളത്തിന്റെ അസംബ്ലിയിൽ EMS എത്തി. അപ്പൊ EMS പറഞ്ഞു, ഞാൻ പ്രതിപക്ഷ നേതാകാനായിട്ടില്ല, മറിച്ച് ആ സ്ഥാനം ഞാൻ ടി കെ രാമകൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് EMS പോയിട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. അങ്ങനത്തെ ഒരു പാരമ്പര്യ CPM-നുള്ളത്. അവർക്ക് പലരും ഉപനേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു സാമാന്യ നിലയ്ക്കുള്ള കോംപ്രമൈസ് എത്തിക്കുന്ന കാര്യത്തിലുള്ള പ്രാവീണ്യം ഗോവിന്ദൻ മാഷിനും ഇല്ല, ബിനോയ് വിശ്വത്തിനും ഇല്ല. അങ്ങനെ EMS അടക്കമുള്ള EMS ആയാലും കൊള്ളാം, ടി കെ രാമകൃഷ്ണൻ ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെല്ലാം നേതാക്കന്മാരായാലും കൊള്ളാം, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിലനിൽപ്പില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിപടലം തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ തകർന്നു കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അലശണ്ഠകളൊക്കെ അതിൻ്റെ സ്വാഭാവികമാണ്. ഇന്നിപ്പോ ബിനോയ് വിശ്വത്തിന് തൻ്റെ രാജനെ ആരൻ്റെ അയാൾക്ക് നേതാവാക്കണം. ഇത് ആരെയാക്കിയാലും കണക്കാണപ്പ. ഇവിടെ ഈ പറയുന്നത് ഇന്നിപ്പോ പിണറായി വിജയനാണ്, ബാലഗോപാലിനെയാക്കിയിട്ട് സ്വന്തം പാർട്ടിക്കാരനാണ്. ഇന്നലെ തന്നെ ഏതൊരു ബില്ലൊക്കെ അവതരിപ്പിച്ച് അത് ബാലഗോപാലിനെ അവതരിപ്പിച്ചത് എന്തൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു. അപ്പൊ നാളെ ഇതൊക്കെ രാജനെ കൊണ്ട് ഓടിക്കാനും മോഹത്തിലാ വിനിയോഗിച്ചുള്ളത്. കാരണം പിണറായി വിജയൻ ഏതായാലും വയ്യണ്ടായി. അല്ല, കോൺഗ്രസ് CPIക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ട് എന്നുള്ള സാന്നിധ്യമെങ്കിലും അറിയിക്കണം. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അല്ല, അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധ്യമല്ല. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം അവർക്ക് റഷ്യയുടെ പിൻബലം ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് സാമ്പത്തികമായ വരുമാനം ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വരുമായിരുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിൽ റഷ്യയുടെ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. റഷ്യ അതിനേക്കാളും കഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നിപ്പോൾ നിലനിൽപ്പ് വേണമെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ നേതാവ് സ്ഥാനം വേണം. അങ്ങനെയാണെങ്കിലാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുക. ആ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾക്ക് അതിലേറെ യാതൊരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.